ശ്രീനാഥ്, ആശാ ഭോസ്ലെ ആശുപത്രിയിലായപ്പോൾ മുതൽ നമുക്കറിയാം നമ്മുടെ കുടുംബവുമായും അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ്. അതുപോലെ തന്നെ സംഗീത ലോകം മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനകളൊന്നും ഫലം കണ്ടില്ല. നിരവധി പേർ സന്ദർശിക്കാനെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ബ്രീച്ച് ക്യാൻഡി ആശുപത്രി. ഒപ്പം തന്നെ ഈ ബോളിവുഡിൽ സ്വന്തമായൊരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു. 8 പതിറ്റാണ്ടിലേറെ ആ മധുരമായ ശബ്ദം അതിനൊട്ടും പോറലേൽക്കാതെ തുടർന്ന് പോകുന്നു. 20-ലേറെ ഭാഷകളിൽ 12,000-ലേറെ ഗാനങ്ങൾ ആലപിക്കുന്നു. അങ്ങനെ റെക്കോർഡുകളുടെ ഒരു രാജകുമാരി എന്നുകൂടെ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണല്ലോ ആശാ ഭോസ്ലെ. തീർച്ചയായും ആശാ ഭോസ്ലെയെ നമ്മൾ ഈ സംഗീത രംഗത്ത് ആശാ ഭോസ്ലെ നൽകിയ സംഭാവന ഈ ഘട്ടത്തിൽ സഹോദരി ലതാ മങ്കേഷ്കറുമായി ആരാണ് മികച്ച ഗായിക എന്ന തരത്തിൽ എപ്പോഴും അവരുടെ ആരാധകർ തമ്മിൽ തർക്കം പോലും ഉണ്ടാവാറുണ്ട്. അത്രയേറെ പ്രിയപ്പെട്ട, അത്രയേറെ മികച്ച ഉന്നതിയിൽ നിന്നിരുന്ന 2 ഗായകരായിരുന്നു ആശാ ഭോസ്ലെയും ലതാ മങ്കേഷ്കർ. അതിൽ ലത ആദ്യം വിടവാങ്ങുന്നു, പിന്നാലെ ആശാ ഭോസ്ലെയും വിടവാങ്ങുമ്പോൾ അത് ഇന്ത്യൻ സംഗീത രംഗത്തിന് നൽകുന്ന ഒരു വിടവ്, നൽകുന്ന ക്ഷീണം അത് വളരെ വലുതാണ്. നമുക്കറിയാം ആ കുടുംബം തന്നെ ലതാ മങ്കേഷ്കർ, മീന മങ്കേഷ്കർ, ഉഷ മങ്കേഷ്കർ, ഹൃദയനാഥ് മങ്കേഷ്കർ തുടങ്ങി സഹോദരങ്ങൾ എല്ലാവരും സംഗീതത്തിൽ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ആ തരത്തിൽ ഹിന്ദി സംഗീതത്തിന്റെയും മറാഠി സംഗീതത്തിന്റെയും ഒക്കെ ആദ്യ പേരുകളിൽ ഒന്നായി എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന കുടുംബമാണ് യഥാർത്ഥത്തിൽ മങ്കേഷ്കർ കുടുംബം. ഗോവയിൽ വേരുകളുള്ള മങ്കേഷ്കർ കുടുംബത്തിലെ അംഗമാണ് ആശയും. മറ്റെല്ലാവരും ഇതേപോലെ വളരെ പ്രശസ്തരായ ആളുകളാണ്. അങ്ങനെ സംഗീതം ജീവിതമാക്കി മാറ്റിയ ഒരു വലിയ കുടുംബത്തിൽ നിന്നുള്ള അംഗമാണ് ആശാ ഭോസ്ലെ. സഹോദരി ലതാ മങ്കേഷ്കറെ പോലെ ഉന്നതിയിൽ നിന്ന ഒരു ഗായികയാണ് ആശാ ഭോസ്ലെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 8 പതിറ്റാണ്ട് കാലം എന്ന് പറയുന്നത് വളരെ ദീർഘമായ ഒരു കാലഘട്ടമാണ്. ഇതിന് ഇടെ ഏതാണ്ട് 12,000-ലധികം പാട്ടുകളാണ് ആശാ ഭോസ്ലെ പാടിയിരിക്കുന്നത്. അതിൽ എണ്ണം പറഞ്ഞ അനവധി ഗാനങ്ങൾ, അതിൽ ഏത് പ്രിയപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അത് പറയാൻ ഏറെ ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. 1943-ലാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ഗാനം, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപാണ് ആദ്യത്തെ ഗാനം പോലും അവർ ആലപിക്കുന്നത്. 1933-ലാണ് ആശാ ഭോസ്ലെയുടെ ജനനം. അങ്ങനെ 43-ൽ ആദ്യത്തെ ഗാനം റെക്കോർഡ് ചെയ്തു. അത് RD ബർമൻ, നൌഷാദ്, OP അയ്യർ, അങ്ങനെ AR റഹ്മാൻ വരെ എത്തി നിൽക്കുന്ന സംഗീതത്തിൽ ഇന്ത്യൻ സംഗീതത്തിന്റെ തലയെടുപ്പുള്ള എല്ലാ സംഗീത സംവിധായകരോടൊപ്പവും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെയാണ് 12,000 പാട്ടുകൾ. അതിൽ പ്രിയപ്പെട്ടത് ഏത് എന്ന് പറയാൻ ആരാധകർ പോലും ബുദ്ധിമുട്ടുണ്ടാകും എന്നതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. 98-ൽ പ്ലാന്റ് ഹോളിവുഡ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് വരെ ആശയെ പ്രവേശിപ്പിച്ചു എന്നത് അത് ഇന്ത്യൻ സംഗീതത്തെ ആഗോളതലത്തിൽ പ്രശസ്തയാക്കുന്നതിന്, അതിന് ജനപ്രിയമാക്കുന്നതിലൊക്കെ ലതാ മങ്കേഷ്കറെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പേരുകാരിയാണ് ആശ മങ്കേഷ്കർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി ഗാനങ്ങൾ കൊങ്കിണി, ഇൻഡോറിലൊരു കൊങ്കിണി കുടുംബത്തിലാണ് അവർ ജനിക്കുന്നത്. കുടുംബത്തിൽ എല്ലാവരും സംഗീതത്തിൽ എന്നത് ആ കുടുംബത്തെ പോലും വളരെ ഇന്ത്യൻ സംഗീത രംഗത്തെ പ്രധാനപ്പെട്ട ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആ ആശാ ഭോസ്ലെയുടെ കുടുംബത്തെ തന്നെ നമ്മൾ എടുത്തു പറയാറുണ്ട്. ഫ്ലവേഴ്സ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഒരു വാർഷികാഘോഷം ആഘോഷിക്കുന്ന ഒരു സമയത്ത് ആ ചരിത്രയാത്രയെ തുടക്കമിട്ടത് ആശാ ഭോസ്ലെയാണ് എന്നത് ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, ഈ ദിവസം അവർ വിടവാങ്ങുമ്പോൾ അത് നമ്മെ ഈ ഒരു ആഘോഷത്തിനിടയിൽ നമ്മെ വളരെ വേദനിപ്പിക്കുന്നുണ്ട്. ആശാ ഭോസ്ലെ പോലെ ഒരു വിഖ്യാതയായ സംഗീതജ്ഞയിലൂടെ നമുക്കത് തുടങ്ങാൻ കഴിഞ്ഞു എന്നത് നമുക്ക് എപ്പോഴും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു പേരാണ്. 24 കുടുംബവുമായും അവർക്ക് ആ തരത്തിലൊരു അടുത്ത ബന്ധമുണ്ട് എന്നത് നമുക്ക് പോലും ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. ഏതായാലും 92-ാം വയസ്സിലാണ് ആശാ ഭോസ്ലെ ലോകം കീഴടക്കിയ ഒരു ഇന്ത്യൻ ഗായിക എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന പാട്ടുകാരി. ഏറ്റവും കൂടുതൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്തത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.